പുസ്തകം വായിച്ചിട്ട് എന്ത് കിട്ടി? സിനിമ കണ്ടിട്ട് എന്ത് കിട്ടി? കൂട്ടുകാരോടൊപ്പം ഒരുപാട് സമയം ചെലവഴിച്ചിട്ട് എന്ത് കിട്ടി? എന്നൊക്കെ ആളുകൾ ചോദിക്കാറുണ്ടല്ലോ. എന്ത് കിട്ടി? ഒന്നും കിട്ടിയില്ലെങ്കിലും ഇതെല്ലാം അനിവാര്യമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഡോക്ടർ ജയപ്രഭാഷിന്റെ ഒരു ലേഖനത്തിൽ ഞാൻ വായിക്കുകയുണ്ടായി. 1741 ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഖനിത്തൊഴിലാളികൾ ബ്രിട്ടനിലെ ലങ്കാഷെയറിൽ തങ്ങൾക്ക് വേണ്ടി ഒരു സ്വകാര്യ ലൈബ്രറി ഉണ്ടാക്കിയത്. 1741 ഖനിത്തൊഴിലാളികളാണ്. അപ്പോൾ അതിൽ ഒരു ഒരു പണിക്കാരൻ, അയാളുടെ ഷിഫ്റ്റ് രാത്രി മുതൽ രാവിലെ വരെയാണ്. രാത്രി 3 മണി മുതൽ പിറ്റേന്ന് രാവിലെ വരെയാണ്. അപ്പോൾ അയാൾ രാത്രി 2:30 മണി വരെ ആ ലൈബ്രറിയിൽ നിന്ന് ഗ്രീക്ക് തത്വചിന്തയെ പറ്റിയുള്ള പുസ്തകങ്ങൾ ഇടവിട്ട് മാറാതെ വർഷങ്ങളോളം വായിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു പണിക്കാരൻ, ഖനിത്തൊഴിലാളി എന്തിനാണ് ഗ്രീക്ക് തത്വചിന്തയെപ്പറ്റി പുസ്തകം വായിക്കുന്നത്? അയാൾക്ക് എവിടെയും പ്രഭാഷണം നടത്താനില്ല. അയാൾക്ക് എവിടെയും എഴുതാനില്ല. അയാൾക്ക് ഈ ഗ്രീക്ക് തത്വചിന്തയെപ്പറ്റി സംസാരിക്കാൻ ഒരു കൂട്ടുകാരൻ പോലും ഇല്ല. അയാളുടെ ഭാര്യയ്ക്ക് ഈ വിഷയം അറിയില്ല. എന്നിട്ടും അയാൾ 2:30 മണി വരെ ഉറക്കമൊളച്ച് ആ പുസ്തകം വായിക്കുകയും ശേഷം ഖനിയിലേക്ക് പണിയെടുക്കാനായി തൊഴിലാളിയുടെ ഉടുപ്പിട്ട് പോവുകയും ചെയ്തിരുന്നു. പക്ഷെ അയാൾ അനുഭവിച്ചിരുന്ന ആനന്ദം എന്തായിരിക്കും എന്ന് ഞാൻ അത്ഭുതത്തോടെ ഓർക്കുന്നു. അതുകൊണ്ട് ഒന്നും ചെറുതല്ല. ഒരു മുറിവും ചെറുതല്ലാത്തതുപോലെ ഒരു വായനയും യാത്രയും സിനിമയും പുസ്തകവും ഒരു കൂട്ടുകാരനും ചെറുതല്ല എന്നുള്ളതാണ്.